ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇന്ത്യ ഹിസ്റ്ററിയാണ്. ഇന്ത്യ ഹിസ്റ്ററിയിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം ഉണ്ടല്ലോ, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള SCERT ക്ലാസ്സുകളും NCERT ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഴയ SCERT, പുതിയ SCERT പ്ലസ് NCERT ആണ് നമ്മൾ ക്ലാസ്സുകളിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യ ഹിസ്റ്ററിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആദ്യത്തെ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം, ഇന്ത്യ ഹിസ്റ്ററിയാണ് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. കഴിയാനായി ഈ ഒരു ടോപ്പിക് കൂടെ കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇന്ത്യ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ടോപ്പിക്സൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇന്ന് SCERT ക്ലാസ്സാണ് ഞാൻ തരുന്നത്. പഴയ SCERTയും പുതിയ SCERT ഉണ്ടായിരിക്കും. ക്ലാസ് കുറച്ച് ലെങ്ത് ആയിട്ടായിരിക്കും പോവുക കേട്ടോ. കാരണം നമുക്കിനി അധികം ദിവസങ്ങളില്ല. നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. SCERT കംപ്ലീറ്റ് ചെയ്യണം, NCERT കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെറിയ ലെങ്ത് കുറച്ച് ഇടാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇന്ത്യ ഹിസ്റ്ററിയിൽ നമുക്ക് നാളെ NCERT ഞാൻ തരാം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ NCERT നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഓരോ ചാപ്റ്റേഴ്സിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് തരാം. അതിനുശേഷം ഇന്ത്യ ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള PSC ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ തരാം. അപ്പോൾ അത് ആ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാനതിൽ ഉൾപ്പെടുത്തി തരാം. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് ടോപ്പിക്സൊക്കെ നമ്മൾ PYQ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യ ഹിസ്റ്ററിയുടെ ആ ഒരു സബ്ജക്റ്റ് ഫുള്ളുള്ള PYQ ആണ് തരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഹിസ്റ്ററി കംപ്ലീറ്റ് ആവും. നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന SCERT NCERTയും കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഞാൻ ഉദ്ദേശിക്കുന്നത് സയൻസ് ഭാഗത്തേക്ക് പോകാനാണ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ചരിത്രം ആ ഭാഗമായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി നമുക്ക് ഈ സയൻസ് ഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തരാം. അതിനുശേഷം വീണ്ടും നമുക്ക് ജോഗ്രഫിയിലേക്ക് പോകാം, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ, അങ്ങനെ നമുക്ക് ഓരോന്നിൽ എടുത്തു പോകാം കേട്ടോ. അപ്പോൾ ടോപ്പിക് ബേസ്ഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ലൈക്കെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെന്താണ്, അതുപോലെ തന്നെ നമ്മുടെ SCERT ക്ലാസ് ഉണ്ടല്ലോ, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളത് ടോപ്പിക് ബേസ്ഡ് ഇപ്പോൾ നമ്മൾ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ തരുന്നുണ്ട്. എല്ലാം തന്നെ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ ക്ലാസ്സിലെയും ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും പഠിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും അല്ലേ. ചിലപ്പോൾ 5ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്കുകൾ ഓരോരുത്തരും പഠിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് 5 സയൻസോ ക്ലാസ് സോഷ്യലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നമുക്ക് അങ്ങനെ ഓരോ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിലുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ് ചെയ്യാത്ത ക്ലാസ്സുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിലെ എല്ലാ SCERT ചാപ്റ്റേഴ്സും ഒരു ക്ലാസ്സിലൂടെ കിട്ടുകയെന്ന് പറയുമ്പോഴും ഉപകാരമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഹിസ്റ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ നാളെ നമ്മൾ പഠിച്ചു കഴിയുമല്ലോ അല്ലേ. ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ആവും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇന്ത്യ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന SCERT ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. അത് കാണാനായിട്ട് ശ്രമിക്കുക. അത് കണ്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഓരോ ചാപ്റ്ററിൽ പോയിട്ട് നോക്കിയാലും കുഴപ്പമില്ല. നമ്മൾ മാക്സിമം പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്ന ടോപ്പിക്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ചില ചാപ്റ്റേഴ്സിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആ ഒരു ക്ലാസ്സുകൾ കാണുകയാണെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ആവും. ഓക്കെ, പ്രധാനമായിട്ടും NCERT ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് തരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരുന്നുണ്ട്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധിയും ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന എല്ലാ പോയിൻറ്സും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പഠിച്ചതിന് ശേഷം നോട്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഞാൻ റിവിഷൻ ക്ലാസ് തരാനായിട്ട് ശ്രമിക്കാം.
അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ഓരോ ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ മെമ്പർഷിപ്പിനെ കുറിച്ചിട്ട് കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ആദ്യമായിട്ട് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സിന് മാത്രമായിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട്, പ്രധാനമായിട്ടും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കായിട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ചെറിയൊരു പ്രൈസാണ് വരുന്നത്, 59 രൂപയാണ് വരുന്നത്. അപ്പോൾ സിൽവറാണ് ഞാൻ പ്രധാനമായിട്ടും ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ആവും. ഇനി അതിൽ നമുക്ക് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടോ പേയ്മെൻ്റ് ആണ് വരുന്നതെന്നുള്ളത്. ഈ ഓട്ടോ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷേ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ മെമ്പർഷിപ്പ് എടുക്കുന്ന കുട്ടികൾക്ക് അത് ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ടെലഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് റിമൂവ് ചെയ്യേണ്ടത്, അപ്പോൾ ഈ ഒരു മാസം എടുത്ത കുട്ടികൾക്ക് അടുത്ത മാസം എടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അത് ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം. പിന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF അതുപോലെ നോട്ട്സുകളൊക്കെ ഞാൻ ഇട്ട് തരാം. കുറച്ച് ഒന്ന് ലേഗായിട്ടുണ്ട്, കുറച്ച് നോട്ട്സുകൾ ഞാൻ പെൻഡിങ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. സ്പേസ് ഇല്ലാത്ത കാരണമാണ് ഞാൻ മാക്സിമം ഈ ഒരു മാസം ലാസ്റ്റായിട്ട് ഞാൻ എന്തായാലും ക്ലാസ്സുകൾ ഇട്ട് തരാം കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് PDF ഈ ഓരോ ക്ലാസ്സിൻ്റെയും തരാനായിട്ട്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഞാൻ അതിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇന്ന് SCERT ആണ് നമ്മൾ നോക്കുന്നത്. നാളെ നമുക്ക് NCERT നോക്കാം. അതിനുശേഷം ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ കുറച്ച് ക്വിസുകളൊക്കെ നമുക്ക് പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ റിവിഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. ന്യൂഡൽഹിയിൽ തടിച്ചുകൂടുന്ന ജനലക്ഷങ്ങൾ. എല്ലാ ഭാഗത്തു നിന്നും അവർ വന്നെത്തിയിരുന്നു. ഉല്ലാസത്തോടെ മണികൾ കിലുക്കിക്കൊണ്ട് നിരനിരയായി കുതിരവണ്ടികൾ. മരച്ചക്രങ്ങളിൽ ഘടിപ്പിച്ച തട്ടുകളിൽ നിറയെ ജനങ്ങളെയും വലിച്ചു കൊണ്ടുവരുന്ന ജീനികളും കുളമ്പുകളുമൊക്കെ ഓറഞ്ചും പച്ചയും വെള്ളയും നിറമുള്ള ചായം കൊണ്ട് വരയിട്ടലങ്കരിച്ച കാളകൾ. ചായം വരച്ചൊരുക്കിയ മേൽത്തട്ടും പാർശ്വങ്ങളുമുള്ള ട്രക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന ജനങ്ങൾ. കഴുതപ്പുറത്തും കുതിരപ്പുറത്തും സൈക്കിളിന്മേലും നടന്നും ഓടിയും ജനങ്ങൾ വന്നു. തലപ്പാവുകളുമായി നാട്ടിൻ പുറത്തുകാർ. ഉത്സവമോടിയിൽ തിളങ്ങുന്ന സാരിയുടുത്ത് തങ്ങൾക്കുള്ള മുഴുവൻ ആഭരണങ്ങളും കയ്യിലും കാതിലും വിരലിലും മൂക്കിലുമൊക്കെ ധരിച്ച് അവരുടെ സ്ത്രീകളോടൊപ്പം വന്നെത്തി. അവർ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോവുകയായി. നെഹ്റു ഒരു പുതിയ കൊടി ഉയർത്താൻ പോവുകയാണ്. നാം സ്വതന്ത്രരായിരിക്കുന്നു. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലേ. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹി നഗരത്തിൽ കണ്ട വിവിധ കാഴ്ചകളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. എല്ലാവരും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനായിട്ട് വരാണല്ലേ എല്ലാ ഭാഗത്തു നിന്നും അവർ വന്നെത്തുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് വന്നതെന്നും പറയുന്നുണ്ട്. ഇന്ത്യ സ്വതന്ത്രമായ ദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനൊപ്പം ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അപ്പോൾ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടാണ്. അതിനാൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം സന്തോഷത്തിനൊപ്പം സന്താപവും നിറഞ്ഞ അവസരമായിട്ട് മാറി. സന്തോഷം ദുഃഖവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. നോക്കി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടനുബന്ധിച്ച് പ്രമുഖ പത്രത്തിൽ നിന്ന് വന്നിട്ടുള്ള വാർത്ത കാണിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ സന്ദേശം. ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. പാകിസ്ഥാനിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ലിയാഖത്ത് അലി ഖാനാണ്. ഒരു പുതിയ നക്ഷത്രം പൗരസ്ത്യ ദേശത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ നക്ഷത്രം ഉദിക്കുകയാണ്. ഒരു പുതിയ ആശ ഉടലെടുക്കുകയാണ്. ചിരകാല പ്രാർത്ഥിതമായ ഒരു സ്വപ്നം നിറവേറുകയാണ്. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. നെഹ്റു പറഞ്ഞതാണ്. ഇനി വിഭജനാനന്തര ഇന്ത്യ. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷമുള്ള മെയിനായിട്ടുള്ള കാര്യം എന്താണ്? ഇന്ത്യ വിഭജിക്കുന്നതാണ് അല്ലേ.
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കി നോക്കിയേ, ഈ ഒരു ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ അതുപോലെ തന്നെ കിഴക്കൻ പാകിസ്ഥാൻ എന്നൊക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായി ലണ്ടനിലെ പ്രസിദ്ധ അഭിഭാഷകനായിരുന്ന സിറിൽ റാഡ്ക്ലിഫിനെ ആയിരുന്നു ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആരെയാണ്? ഇന്ത്യൻ ഭൂപടം അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഭൂപടം തയ്യാറാക്കുന്നതിന് നിയമിച്ചിട്ടുള്ളത് ആരെയാണ്? സിറിൽ റാഡ്ക്ലിഫിനെയാണ്. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയെങ്കിലും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു എന്നത് നിങ്ങൾ ഭൂപടത്തിൽ നിന്നും മനസ്സിലാക്കിയല്ലോ. അപ്പോൾ എന്താ പറയുന്നത്? വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്, എന്നാലും കൂടുതൽ പ്രദേശങ്ങളും എവിടെ തന്നെയാണ്? ഇന്ത്യയിൽ തന്നെയാണ്. കിഴക്ക് പടിഞ്ഞാറ് പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും കുറച്ചുള്ളൂ, ബാക്കിയൊക്കെ എന്താണ്? ഇന്ത്യയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായി മാറി. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ തന്നെയാണ് നിലനിന്നത്, എന്നാൽ പൂർവ്വ ബംഗാൾ എന്തായിട്ട് മാറി? പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായിട്ട് വരും. ഇവിടെ അല്ലേ പശ്ചിമ ബംഗാൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് സംഭവിച്ചത്? ബംഗാൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പഞ്ചാബും വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെയാണ് പഞ്ചാബ് വരിക, ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും പശ്ചിമ ബംഗാൾ വരിക. അപ്പോൾ പശ്ചിമ ബംഗാൾ എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടത്? പൂർവ്വ ബംഗാൾ എന്ന് പറയുന്നത് കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറാണ്, അതുപോലെ തന്നെ പൂർവ്വ പഞ്ചാബ് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് മാറാണ്. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെ, പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും. പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടേതാണ്, പശ്ചിമ പഞ്ചാബാണ് പാകിസ്ഥാനായിട്ട് മാറിയിട്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന പേരിൽ വന്നത്. കൂടാതെ അസമിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്ന് സിൽഹെറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി. അസാമിൽ നടത്തിയിട്ടുള്ള ഹിതപരിശോധനയെ തുടർന്ന് സിൽഹെറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമാവുകയും ചെയ്തു. വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നും ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ആരംഭിച്ചു. വിഭജനം സംഭവിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് വരാണല്ലേ. അതേസമയം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് നീങ്ങി. അപ്പോൾ വിഭജനം സംഭവിച്ചപ്പോൾ പാകിസ്ഥാനിലുണ്ടായിരുന്ന ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് വന്നു, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസൊക്കെ എങ്ങോട്ട് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. ബംഗാൾ വിഭജിതമായെങ്കിലും പഞ്ചാബിൽ സംഭവിച്ചതുപോലുള്ള ഒരു കൂട്ടപ്പാലായനം അവിടെ ഉണ്ടായില്ല. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. അപ്പോൾ പഞ്ചാബിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞില്ലേ. പഞ്ചാബിൽ ഉണ്ടായിരുന്നതാണ്. പഞ്ചാബ് രണ്ടായിട്ട് വിഭജിച്ചപ്പോൾ പാകിസ്ഥാന്റെ പ്രദേശമായിട്ട് മാറിയിട്ടുള്ള അവിടെ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇങ്ങോട്ട് വരാണ്, ഇന്ത്യയിലേക്ക് വരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പൂർവ്വ പഞ്ചാബിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ മുസ്ലിംസ് പാകിസ്ഥാനിലേക്ക് പോവാണ്. അപ്പോൾ ഇത് പഞ്ചാബിൻ്റെ വിഭജനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ബംഗാളിൽ ഇങ്ങനൊരു വിഭജനം നടന്നിട്ടില്ല, ഇങ്ങനൊരു കൂട്ടപ്പാലായനം നടന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത. 1905 നമുക്കറിയാം ബംഗാൾ വിഭജനം നടന്നിട്ടുണ്ടല്ലേ. അപ്പം അതിനെതിരെയായിട്ട് അവിടെ വിജയിക്കുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മതനിരപേക്ഷതയിലൂന്നിയ ദേശീയതയായിരുന്നു. അതുപോലെ തന്നെ ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യം, ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് മതനിരപേക്ഷതയാണെന്ന് പറയുന്നു അല്ലേ. മതനിരപേക്ഷതയിലൂന്നിയ ദേശീയതയാണ്, പിന്നെ ഭാഷാപരമായിട്ടുള്ള ഐക്യമാണ്, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും പെട്ടെന്നുള്ള പെട്ടെന്ന് എളുപ്പമല്ല ഈ ഒരു ബ്രഹ്മപുത്ര നദിയും പോഷക നദികളും ഒക്കെ ഉള്ളത്. അത് കാരണമാണ് ഇവിടെ നടക്കാണ്ടിരുന്നത് ബംഗാളിൽ അങ്ങനെ ഒരു കൂട്ടപ്പാലായനം നടക്കാണ്ടിരുന്നത്. ഇനി സിൽഹെറ്റും ഹിതപരിശോധനയും നമ്മൾ പറഞ്ഞു. അസാമിലെ കുറച്ചൊരു ഭാഗത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിൽഹെറ്റ് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത്.
1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതിനോടൊപ്പം തന്നെ സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. ആരാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് എന്ന് പറയുന്നത് പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതിനൊപ്പം തന്നെ എന്ത് വേണം? സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്തണം എന്ന് പറയുന്നു. തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായിട്ട് സിൽഹെറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഹിതപരിശോധനയിൽ എല്ലാവരും കൂടുതൽ പേരും എങ്ങോട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് അല്ലേ. സിൽഹെറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. അപ്പം അസം പ്രവിശ്യയുടെ ഭാഗമായിട്ട് നിലകൊണ്ടത്, അതായത് സിൽഹെറ്റിലെ ഏത് പ്രദേശമാണ്? കരിംഗഞ്ച് എന്ന് പറയുന്ന പ്രദേശം മാത്രമാണ്. അപ്പോൾ സിൽഹെറ്റിലെ കരിംഗഞ്ച് എന്ന് പറയുന്ന പ്രദേശം അസമിന്റെ ഭാഗമായിട്ട് മാറി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു അന്നത്തെ പ്രമുഖ ദിനപത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത്. മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്താണ് വിശേഷിപ്പിച്ചത്? ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു അന്നത്തെ ദിനപത്രമായിരുന്ന മാഞ്ചസ്റ്റർ ഗാർഡിയൻ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇവിടെ വരെ ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താ പറഞ്ഞത്? പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പാകിസ്ഥാനിലേക്ക് കുറച്ച് പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അസാമിൽ അങ്ങനെ ഒരു ഹിതപരിശോധന വഴിയാണ് അല്ലേ, ഹിതപരിശോധന വഴിയാണ് അവിടെ അസാമിൽ എവിടെയാണ്? സിൽഹെറ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഭാഗം അസാമിലേക്ക് വന്നു. എന്നാൽ കൂടുതൽ ഭാഗം ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാനിലേക്കാണ് കൂട്ടിച്ചേർക്കപ്പെട്ടതെന്നും പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് പഞ്ചാബിലാണ് കൂട്ടപ്പലായനം നടന്നത്. എന്നാൽ ബംഗാളിൽ അത്ര കാര്യമായിട്ടൊന്നും നടന്നില്ല. കാരണം എന്തായിരുന്നു? അവിടെ ബ്രഹ്മപുത്ര നദിയും പോഷക നദികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കായിട്ടായി വരുന്നതാണ്. അത് കാരണം തന്നെ പെട്ടെന്നുള്ള ഒരു പലായനം സാധ്യമായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു മതനിരപേക്ഷതയിൽ ഊന്നിയിട്ടുള്ള ദേശീയത എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അല്ലേ. എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബംഗാൾ വിഭജനത്തെ തുടർന്നിട്ടാണ് നാം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെന്താണ്? ബംഗാൾ ജനതയുടെ ദേശീയ ഭാഷാപരമായിട്ടുള്ള ഐക്യമൊക്കെ അതിനെ സഹായിച്ചിട്ടുണ്ട്. ഇനി റാഡ്ക്ലിഫ് വരച്ച അതിർത്തി രേഖ. അപ്പോൾ നമ്മൾ പറഞ്ഞു റാഡ്ക്ലിഫാണ് ഈ ഭൂപടം ഭൂപടം നിർമ്മിക്കുന്നതിനായിട്ട് നിയമിച്ചിട്ടുള്ളത്. ആരെയായിരുന്നു? റാഡ്ക്ലിഫിനായിരുന്നു. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കിയ സിറിൽ റാഡ്ക്ലിഫ് അതിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയുമില്ലാതെ വെറും 5 ആഴ്ച കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ് റാഡ്ക്ലിഫ് രേഖ. അപ്പോൾ ഈ റാഡ്ക്ലിഫിനെയാണ് നിയമിക്കുന്നത് അല്ലേ. ഈ ഭൂപടം നിർമ്മിക്കുന്നതിനായിട്ട് നിയമിച്ചത് ആരെയായിരുന്നു? റാഡ്ക്ലിഫിനെയാണ്. പക്ഷേ ഈ റാഡ്ക്ലിഫ് ഇന്ത്യയിലേക്ക് വന്നിട്ടുമില്ല. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളൊന്നും അദ്ദേഹത്തിന് അറിയൂല. എന്നാലും അദ്ദേഹം വരയ്ക്കുകയാണല്ലേ. 5 ആഴ്ച കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു റാഡ്ക്ലിഫ് രേഖ വരച്ചതെന്ന് പറയുന്നു. ഇനി വിഭജനം നോവായി മാറിയപ്പോൾ ഈയിടെയുണ്ടായ കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ തോമാൽ ഖൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മുങ്ങിമരിച്ച സംഭവം പഞ്ചാബിലെ ജനങ്ങളുടെ ഭാവനാശക്തിയെ വല്ലാതെ മതിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അവരെ രക്ഷിക്കാനാകാതെ വരുമ്പോൾ ആത്മാഹൂതി നടത്തിയ രാജസ്ഥാനി സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ പുനർജനിച്ചത്. 1 മാസം മുമ്പ് വടികളും കൈത്തോക്കുകളും കൈബോംബുകളും ഏന്തിയ ഒരു വർഗീയ സംഘം ആ ഗ്രാമം വളഞ്ഞു. ഗ്രാമവാസികൾ അവരാലാവും വിധം ചെറുത്തുനിന്നു. ഒടുവിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. തുടർന്ന് കൂടിയാലോചനകൾ നടത്തി അക്രമികൾ 10,000 രൂപ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. മടങ്ങി വരികയില്ലെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അക്രമികൾ തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. അവർ വീണ്ടും വന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടു. തർക്കത്തിനിടയിൽ എതിർത്തവരിൽ 40 പേരെ അവർ വെട്ടിക്കൊന്നു. വളരെയധികം ഉണ്ടായിരുന്ന ശത്രുക്കളുടെ കടന്നുകയറ്റം തടയാൻ ആ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞില്ല. അവരുടെ സ്ത്രീകൾ ധൃതി പിടിച്ച് ഒത്തുകൂടി. അവരുടെ ആത്മാഭിമാനം ഒഴികെ മറ്റെല്ലാം നഷ്ടപ്പെടും എന്നവർക്ക് ബോധ്യമായപ്പോൾ 90 സ്ത്രീകൾ ഒരു ചെറിയ കിണറ്റിൽ ചാടി 3 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവർക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? മൗനത്തിൻ്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ ഉർവശി ഭൂട്ടാലിയ ഉദ്ധരിച്ച വാർത്തയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. വിഭജന കാലത്ത് പഞ്ചാബിലെ ജനങ്ങൾക്ക് സമാനമായ നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. ഉറ്റവരെ രക്ഷപ്പെട്ട ഓർമ്മകൾ
ഉറ്റവരെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഇന്നും കാണാൻ കഴിയും. അവരുടെ മനോഭാവവും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിൽ ഈ ഓർമ്മകൾ ഇന്നും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? കുറച്ച് സ്ത്രീകൾ മുങ്ങി മരിക്കുകയാണ് അല്ലേ, കിണറ്റിൽ വീണ് മരിക്കുകയാണ്. അതായത് ആത്മഹത്യ ചെയ്യുകയാണ്. എന്ത് കാരണമാണ്? ഇവിടേക്ക് കുറച്ച് വർഗീയ സംഘങ്ങൾ വരാണ്. എവിടേക്ക്? പഞ്ചാബിലേക്ക് അല്ലേ. രാജസ്ഥാനി സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വർഗീയ സംഘങ്ങൾ വന്ന് ഇവർക്ക് പണം മതി എന്ന് പറഞ്ഞപ്പോൾ നല്ല പണം മൊത്തം കൊടുക്കുന്നുണ്ട്. പിന്നെ വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും വരാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നഷ്ടപ്പെടാണ്. ഇതിന് തടയാനായിട്ട് പോയിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? മുങ്ങി മരിക്കുകയാണ് അല്ലേ. അപ്പോൾ വിഭജനം എന്തൊക്കെയാണ് അവിടെ നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അല്ലേ. പഞ്ചാബിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. വിഭജനം ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഏതൊക്കെയാണ്? ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പ്രവഹിച്ചു. വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാവുകയും 10,000 കൊല്ലപ്പെടുകയും ചെയ്തു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകലിന് ഇരയായി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വിഭജനത്തിന് ശേഷം ഉണ്ടായിട്ട്? വിഭജനം ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സന്തോഷിക്കാമെന്ന് വിചാരിച്ചെങ്കിലും സന്തോഷം മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായില്ലേ. വിഭജനത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന വിഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുകയാണ്? വർഗീയവാദികൾ വരാണല്ലേ, വർഗീയ ലഹളകൾ നടക്കുകയാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഇന്ത്യയിൽ നിന്ന് കുറേ പേര് പാകിസ്ഥാനിലേക്ക് പോയി, പാകിസ്ഥാനിൽ നിന്നും കുറേ പേര് ഇന്ത്യയിലേക്ക് വന്നു, അക്രമങ്ങൾ ഉണ്ടായി, കുറേ പേര് കൊല്ലപ്പെട്ടു, സ്ത്രീകൾക്ക് മാനം നഷ്ടപ്പെട്ടു, കുട്ടികളെ തട്ടിക്കൊണ്ടു പോയില്ലേ. ഇനി രാഷ്ട്രപിതാവ് രക്തസാക്ഷിയായി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ 1000 ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗാന്ധിജി മരിച്ചതിനെ കുറിച്ചിട്ട് ആര് പറയാണ്? നെഹ്റു പറയാണ് അല്ലേ. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്യം അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ നിന്നെടുത്തൊരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രയത്നിച്ച ഗാന്ധിജിയെ ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് സംഘടനത്തിൽ വെച്ച് 1948 ജനുവരി 30 വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തി. അപ്പോൾ എന്താ പറയുന്നത്? ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിക്കുന്നത്, ഗാന്ധിയെ കൊലപ്പെടുത്തുന്നത് ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ ആണ്. എന്നാണ്? 1948 ജനുവരി 30. ഇനി ഭരണഘടനയിലേക്കുള്ള പടവുകൾ. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെയായിരുന്നു. അപ്പോൾ ആധുനിക ഇന്ത്യയിലേക്കുള്ള അടിത്തറ പാകുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലൂടെയാണ് അല്ലേ. എന്നാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചതെന്നാണ്? 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിലവിൽ വന്നത് അല്ലേ. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നത് ഡിസംബർ 9 ആദ്യമായിട്ട് യോഗം ചേരുന്നത് അല്ലേ. ഡിസംബർ 9. ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കുന്നത്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. അപ്പം ലക്ഷ്യപ്രമേയം 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ആര് അവതരിപ്പിക്കുന്നത്? നെഹ്റു അവതരിപ്പിക്കുന്നത് അല്ലേ. അങ്ങനെ ഇത് അംഗീകരിക്കുന്ന എപ്പോഴാണ്? 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 1949 നവംബർ 26. അതിനാൽ തന്നെ ഭരണഘടനാ ദിനം ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? നവംബർ 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു.
ഭരണഘടനാ പ്രകാരം 1951-52 നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നു. അപ്പോൾ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951-52 കാലഘട്ടത്തിലാണ്. അപ്പോൾ ആദ്യമായിട്ട് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അംഗീകരിക്കുന്നപ്പോഴാണ് 1947 ജനുവരി 22 ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? നെഹ്റു ആണ് അല്ലേ. 1949 നവംബർ 26 ഭരണഘടന നിലവിൽ വരുന്നത് അല്ലേ. നിലവിൽ വരല്ല, ഭരണഘടന അംഗീകാരം നൽകുന്നത്, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6 അല്ലേ. അങ്ങനെ ഭരണഘടന നിലവിൽ വരുന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26 1951-52 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ. കോളനിവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിരുന്ന ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എന്തൊക്കെയാണ്? അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. അപ്പം എന്തൊക്കെയാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത്? അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. ഈ വെല്ലുവിളികൾ നേരിടുന്നതിനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ വിശദമായി പരിശോധിക്കാം. അതിലൊന്നാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം. നമ്മൾ പറഞ്ഞു അല്ലേ, ആദ്യമായിട്ട് നേരിട്ട സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഒന്നാമത്തെ വെല്ലുവിളിയാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം. വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായി മാറി. അപ്പോൾ വിഭജിച്ചതിന് ശേഷം പാകിസ്ഥാനിലുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിലെ അഭയാർത്ഥികളായിട്ട് മാറാണ്. ഈ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു. 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചു. അപ്പോൾ പറഞ്ഞു പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുറേ പേര് വരാണ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പോകുന്നുണ്ട് അല്ലേ. അങ്ങനെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെ പുനരധിവസിപ്പിക്കണം അല്ലേ, അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചു. വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രമേഹം താരതമ്യേന കുറവായിരുന്നു. അപ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നാണ് കൂടുതൽ പേരും വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും കുറവായിരുന്നു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പിന്നീട് കിഴക്കൻ പാകിസ്ഥാനും, അതായത് വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവേശം വളരെ കുറവായിരുന്നു. അങ്ങനെ പിന്നീട് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടാവാണ്. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 1971 ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തോടെയാണ് ഈ അഭയാർത്ഥി പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കാനായത്. അപ്പോൾ 1971 എന്താണ്? ബംഗ്ലാദേശ് രൂപീകരണമാണ് നടക്കുന്നത്. ഇനി ബംഗ്ലാദേശ് രൂപീകരണം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ട് മാറി. അപ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും വിവേചനം നേരിട്ടവരെയാണ് ഈ കിഴക്കൻ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പേരായിട്ട് മാറാണെന്ന് 1971. അപ്പോൾ അഭയാർത്ഥികളുടെ പുനരധിവാസം ക്ലിയർ ആയല്ലോ. ഇവരെ പുനരധിവസിപ്പിക്കണം അല്ലേ. പാകിസ്ഥാനിൽ നിന്നും വന്നവരെ
താമസിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങുകയാണ്. അങ്ങനെ താൽക്കാലികമായിട്ട് 1951 അവസാനിച്ചു എന്ന് കരുതിയെങ്കിലും കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിൽ സംഘർഷങ്ങൾ വരാണ്. അങ്ങനെ ഒരു ബംഗ്ലാദേശ് രൂപീകരിക്കുകയാണ് അല്ലെ. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അല്ലെ, ബംഗ്ലാദേശ് രൂപീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നത്. കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പിന്നീട് എന്തായിട്ട് മാറാണ്, ബംഗ്ലാദേശ് എന്ന പേരുള്ള പേരായിട്ട് മാറാണ് 1971. ഓക്കെ. അപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് രാജ്യമായിട്ട് 1971 മാറിയെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് നേരിട്ട വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. എന്താണ്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കുവാനോ അധികാരമുണ്ടായിരുന്നു. എന്താ പറയുന്നത്? 1947 വിഭജനത്തിന് ശേഷം ഇവർ പ്രഖ്യാപിച്ചതെന്തായിരുന്നു? നാട്ടുരാജ്യങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചേരാനുള്ളൊരു ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ചേരാമല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് ചേരാൻ കുഴപ്പമില്ല. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നം ഉടലെടുക്കുകയാണ്. എന്താണ്? വലിയൊരു ദൗത്യമാണ് അവിടെ വരുന്നത് അല്ലേ. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന BP മേനോനും നയിച്ച സംഘമായിരുന്നു. അപ്പോൾ ഇത് വിജയകരമായി പൂർത്തിയാക്കിയത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലും BP മേനോനാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്നത്. BP മേനോൻ ആരായിരുന്നു? ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്നു. ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചു. അപ്പോൾ ലയന കരാറിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളെയും ക്ഷണിക്കുകയാണ്. എന്നാൽ ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗമാണല്ലോ PSCക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു ചോദ്യം ഉണ്ടാവും. നാട്ടുരാജ്യങ്ങളിൽ ചേരാൻ വിസമ്മതിച്ചിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? കാശ്മീർ, ജുനഗഡ്, ഹൈദരാബാദ്, പിന്നെ ആരാണ്? തിരുവിതാംകൂറാണ്. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് അനുവദിച്ചു നൽകി. പ്രിവി പേഴ്സ് ഈ നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചു നൽകി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്? ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചില കരാറുകളിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെടാണ്. ഇത് പരിഹരിക്കുന്നതിനായിട്ട് ഈ നാട്ടുരാജ്യങ്ങളിലെ കുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായമായിട്ട് ഒരു നിശ്ചിത തുക നൽകി. ഇതിനെയാണ് പ്രിവി പേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇതിനായിട്ട് ഭീമമായ തുക സർക്കാരിന് ചെലവായിട്ടുണ്ടായിരുന്നു. 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയുടെ 26ാം ഭേദഗതി പ്രകാരമാണ് പ്രിവി പേഴ്സ് നൽകുന്നത് നിർത്തലാക്കിയത്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ നന്നായി ശ്രമിച്ചു എന്ന് പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലും BP മേനോനൊക്കെയാണ് നന്നായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ നാട്ടുരാജ്യങ്ങളിലുണ്ടായിരുന്ന രാജാക്കന്മാർ ഒരു ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഇവരുടെ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഇവർക്ക് അത് സഹിക്കുകയില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? ഇവർക്കൊരു തുക നൽകാമെന്ന് പറയുകയാണ്. ഈ ഭരണാധികാരികൾക്ക്, അതായത് ഈ കുടുംബങ്ങൾക്ക്, ഭരണം വഹിച്ചിട്ടുണ്ടായിരുന്ന ഈ കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു സാമ്പത്തിക സഹായമായിട്ടൊരു തുക നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ വലിയൊരു നഷ്ടമായിരുന്നു എന്ന് പറയുന്നു അല്ലേ. ഒരു വലിയൊരു തുക അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ ആർട്ടിക്കിൾ 26ാം ഭേദഗതി പ്രകാരം എന്ത് സംഭവിക്കുന്നത്? ആർട്ടിക്കിളല്ല 26ാം ഭേദഗതി പ്രകാരം പ്രിവി പേഴ്സ് നൽകുന്നത് നിർത്തലാക്കിയത്. എത്രാമത്തെ ഭേദഗതിയാണെന്ന് ചോദിക്കാം. 26ാം ഭേദഗതി പ്രകാരമാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത്. ക്ലിയർ ആയില്ല? അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയെന്ന് പഠിച്ചു വയ്ക്കുക. എത്രാമത്തെ ഭേദഗതിയാണ്? 26ാമത്തെ ഭേദഗതിയാണ്. അപ്പം നമ്മൾ പറഞ്ഞു 2 കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്തൊക്കെ വെല്ലുവിളികളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്നാമത്തേതായിരുന്നു അഭയാർത്ഥികളുടെ പ്രവാഹമായിരുന്നു. ഇവരെ താമസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. അവസാനം ഇവർ തമ്മിൽ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനൊക്കെ തമ്മിൽ യുദ്ധമല്ല ഒരു സംഘർഷം ഉണ്ടായി. സംഘർഷമായപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? 1971 ബംഗ്ലാദേശ്
പ്പെടാണ്. അങ്ങനെ അത് അവസാനിച്ചു അല്ലേ. നെക്സ്റ്റ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് വെച്ചാൽ എന്താണ്? നാട്ടുരാജ്യങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഏത് യൂണിയനിൽ വേണമെന്നുണ്ടെങ്കിലും ചേരാമെന്ന് പറയുന്ന ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യയിലാക്കണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നാല് അല്ലേ, ഏതൊക്കെയാണ്? കാശ്മീരും ജുനഗഡും ഹൈദരാബാദും തിരുവിതാംകൂറും ഇതിലേക്ക് ചേരാനായിട്ട് സമ്മതിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുറേ ചർച്ചകളും സൈനിക നടപടികളൊക്കെ സ്വീകരിച്ചതിന് ശേഷമാണ് ഇവരത് സ്വീകരിക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചത്? ഈ നാട്ടുരാജ്യക്കന്മാർക്ക് ഉണ്ടായിരുന്ന അധികാരങ്ങളൊക്കെ നഷ്ടപ്പെടാണ്. അപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? നഷ്ടപ്പെട്ടപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു തുക നൽകണമെന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ സർക്കാർ ഈ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം സർക്കാർ ഒരു തുക നൽകാമെന്ന് പറയുകയാണ്. അങ്ങനെ അത് വലിയൊരു തുകയായിരുന്നതിനാൽ തന്നെ അത് വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അല്ലേ ഗവൺമെൻറ്. അതിനാൽ തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് 26ാം ഭേദഗതി പ്രകാരം എന്ത് സംഭവിച്ചു? ഈ പ്രിവി പേഴ്സ് നിർത്തലാക്കി. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ. ഇനി മൂന്നാമത്തെ നേരിട്ട വെല്ലുവിളി എന്തായിരുന്നു? ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം. നമുക്കറിയാം ഫ്രഞ്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു അല്ലേ. ഫ്രഞ്ചിനെതിരെ ഏതൊക്കെയായിരുന്നു? മാഹി, കാരക്കൽ, യാനം എന്നിവയൊക്കെയായിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗീസിനാണെന്നുണ്ടെങ്കിൽ ഗോവ, ദാമൻ, ദിയു, ദാദ്ര, നഗർ ഹവേലി എന്നിവയൊക്കെയായിരുന്നു പോർച്ചുഗീസുകാരുടെ അധിനിവേശ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായതിനു ശേഷവും രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ചില രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യത്തിന് ശേഷവും രാജ്യത്തെ ചില പ്രദേശങ്ങൾ ആരുടെ കീഴിലായിരുന്നു? ഈ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. ഇതിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനകീയ സമരങ്ങൾ ശക്തമായി തുടർന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടുപോകാൻ തയ്യാറായി. അങ്ങനെ ഫ്രഞ്ചുകാരെ പോകുന്നത് ഏത് ഇയറാണെന്ന് ചോദിക്കാം. 1954 അല്ലേ. അപ്പോൾ മോചനം കിട്ടിയെന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ് 1941 ഫ്രഞ്ചുകാർ പോകുന്നത്. തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഫ്രഞ്ചിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ എന്നിവയൊക്കെയായിരുന്നു. അപ്പോൾ അത് ഫ്രീ ആവാണ്. അപ്പോൾ ഇതാരുടെ ആർക്കാണ് കിട്ടുന്നത്? ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവാണ് ചെയ്യുന്നത്. എന്നാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ തങ്ങളുടെ അധീനതയിലായിട്ടുണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിച്ചു അല്ലേ. പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് വരുന്നത്, അവസാനമായിട്ട് പോകുന്നതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ സമ്മതിക്കുന്നില്ല വിട്ടു നൽകാനായിട്ട്. ഏതൊക്കെയാണ്? ഗോവയും ദാമൻ, ദിയും ദാദ്ര നഗർ ഹവേലിയാണ് ഇവരുടെ കീഴിലായിട്ടുണ്ടായിരുന്നില്ലേ. ദാദ്ര നഗർ ഹവേലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കീഴിലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ സമ്മതിക്കാണ്ടിരുന്നത് ഏതൊക്കെയാണ്? ഗോവയും ദാമൻ ദിയൊന്നും നൽകാനായിട്ട് വിസമ്മതിച്ചു. അങ്ങനെ 1954 ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. അങ്ങനെ സമരങ്ങളൊക്കെ നടക്കുകയാണ്. സമരത്തിൻ്റെ ഫലമായിട്ട് ദാദ്ര നഗർ ഹവേലി കൊടുക്കാം എന്ന് പറയാണ് അല്ലേ. ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിക്കുന്ന ഏത് ഇയറാണ്? 1954 അപ്പോൾ ഫ്രാൻസ് വിട്ടുപോയത് എന്നാണ്? 1954. പോർച്ചുഗീസുകാരിൽ നിന്നും ദാദ്ര നഗർ ഹവേലി പോയിട്ടുള്ളത് എപ്പോഴാണ്? 1954. തുടർന്ന് 1961 സൈനിക നടപടിയിലൂടെ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുകയും അവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 1961 ഗോവയും ദാമൻ ദിയും വിമോചനം വരുന്നത് അല്ലേ. ഗോവ, ദാമൻ, ദിയു ഇവരുടെ വിമോചനത്തിൽ മോചിക്കപ്പെടാണ് ആരുടെ? പോർച്ചുഗീസുകാരുടെ അല്ലേ. അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയായിരുന്നു? ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനമാണ് നമ്മൾ പറഞ്ഞല്ലേ. ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം പറഞ്ഞു. അതായത് പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീന പ്രദേശങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഫ്രഞ്ചുകാരുടെയും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെയും അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു. ഫ്രഞ്ചിനെയാണ് മാഹി, കാരക്കൽ, യാനം, ചന്ദ്രനഗർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫ്രഞ്ചുകാർ 1954 അത് വിട്ടു പോകുന്നുണ്ട്. പക്ഷേ പോർച്ചുഗീസുകാരെ ഗോവയും ദാമൻ ദിയൊന്നും കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ സമരങ്ങൾക്ക് ശേഷം ദാദ്ര നഗർ ഹവേലി കൊടുക്കുകയാണ്. അതിനുശേഷം സൈനിക നടപടികളിലൂടെയൊക്കെയാണ് ഗോവയും ദാമൻ ദിയൊക്കെ വിമോചനം നടക്കുന്നത് അല്ലേ. അതായത് ഇവർ അത് വിട്ടു പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നേരിട്ട വെല്ലുവിളിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. മഹാത്മാഗാന്ധി എന്താ പറഞ്ഞത്? ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു.
ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഭരണപ്രദേശങ്ങളിലെ അതിരുകൾ രൂപീകരിക്കപ്പെട്ടത് ഇത്തരം മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഇന്ന് നമുക്കറിയാം സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരേ ഭാഷ ഓരോ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളായിട്ടാണ് സംസ്ഥാനങ്ങളായിട്ടാണ് ഓരോ സംസ്ഥാനങ്ങളും രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. അങ്ങനെ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അങ്ങനെയൊന്നല്ലായിരുന്നു, എല്ലാം മിക്സ്ഡ് ആയിരുന്നു എന്ന് പറയുന്നു. ഇത്തരം മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ആശയവിനിമയത്തിനും സംസ്കാര രൂപീകരണത്തിനും ഭാഷയ്ക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഭാഷാ അടിസ്ഥാനത്തിലാവണം ഭരണപ്രദേശങ്ങൾ നിർണ്ണയിക്കപ്പെടേണ്ടത് എന്ന ശക്തമായ വാദം സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. അപ്പം ഈ ഭാഷയ്ക്ക് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു ശക്തി എന്തിനുണ്ട്? ഭാഷയ്ക്ക് നിന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഈ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേണം സംസ്ഥാനങ്ങൾ രൂപീകരണം എന്ന് പറയുന്ന വാദം എല്ലാവരും കൊണ്ടുവരാണ്. അങ്ങനെ ഏത് INC-ലാണ് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഏതാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാനായിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ സ്വതന്ത്രാനന്തര സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ SK ധർ അധ്യക്ഷനായി 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചു. അപ്പോൾ എന്താണ്? 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിക്കുകയാണ്. ആര്? ഭരണഘടനാ നിർമ്മാണ സമിതി. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിക്കുന്നത്. ആരായിരുന്നു അധ്യക്ഷൻ? SK ധർ ആയിരുന്നു. ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? SK ധർ ആയിരുന്നു. ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിയെ 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ചു. അപ്പോൾ എന്താ പറയുന്നത്? ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായിട്ടുള്ള ആവശ്യത്തെ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആരൊക്കെ കൂടിയിട്ടാണ്? GVP റിപ്പോർട്ടിലെ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ എന്നിവർ ഉൾപ്പെട്ട JVP എന്ന് പറയുന്ന കമ്മിറ്റി രൂപീകരിക്കുകയാണ് 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ചു. അപ്പം ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിക്കുന്നത് എപ്പോഴാണ്? 1948 SK ധർ ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നു അല്ലേ? ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ നിയമിക്കുന്നത് SK ധർ അധ്യക്ഷനായിട്ടുള്ള 1948 എന്ന് പറയുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് നിയമിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് GVP കമ്മിറ്റി. ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ 1948 തന്നെയാണ്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർന്നു വരികയും 1952 ഈ ആവശ്യം ഉന്നയിച്ച് പോട്ടി ശ്രീരാമലു നിരാഹാര സമരം ചെയ്ത് മരണം വരിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിന്റെ ഫലമായി 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. അപ്പോൾ ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വേണം, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് നിരാഹാരം അനുഷ്ഠിച്ചത് ആരായിരുന്നു? പോട്ടി ശ്രീരാമലായിരുന്നു അല്ലേ? പോട്ടി ശ്രീരാമലു ആയിരുന്നു. അപ്പോൾ പോട്ടി ശ്രീരാമലു 1952 നിരാഹാര സമരം ചെയ്തിട്ട് മരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ഫലമായിട്ട് ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. എപ്പോഴാണ്? 1953 ഒക്ടോബർ 1. അപ്പോൾ ആദ്യമായിട്ട് സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ആദ്യമായിട്ട് ഒരു സംസ്ഥാനം നിലവിൽ വന്നത് ആന്ധ്രയാണ്. എന്നാണ്? 1953 ഒക്ടോബർ 1. ആന്ധ്രാപ്രദേശ് എന്നില്ല, ആന്ധ്ര. ഇനി ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN ഗുൻസ്രു എന്നിവരെ ഉൾപ്പെടുത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിക്കുന്നത് 1953 ആരൊക്കെയാണ് അതിൽ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്? സർദാർ KM പണിക്കരും HN ഗുൻസ്രുവും.
1956 സംസ്ഥാന പുനഃസംഘടനാ ബിൽ പാർലമെന്റ് പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. അപ്പോൾ 1956 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചു. അപ്പോൾ എന്നാണ് സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത്? 1956 പുനഃസംഘടനാ നിയമപ്രകാരം ആദ്യമായിട്ട് സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത്, അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടന പ്രകാരം ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? 1956 നവംബർ 1 എത്ര സംസ്ഥാനങ്ങളുണ്ടായിരുന്നു? 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 1956 നവംബർ 1 എത്ര സംസ്ഥാനങ്ങൾ വന്നു? 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപീകൃതമായത്. ഇനി ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. അപ്പം ഇനി അടുത്ത വെല്ലുവിളി എന്താണ്? ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. എങ്ങനെയാണെന്ന് നോക്കാം. നാം രാഷ്ട്രീയമായി സ്വതന്ത്രരായിരിക്കാം, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ആ പദത്തിൻ്റെ ഏത് ശരിയായ പൊരുൾ പ്രകാരവും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. 1949 ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ പ്രത്യേക കത്താണ് നമ്മൾ വായിച്ചത്. ഇതിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നോക്കാം. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ നെഹ്റു മുൻകൈയെടുത്തു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുവാനായിട്ട് മുൻകൈയെടുത്തത് ആരാണ്? നെഹ്റു ആണ്. തൽഫലമായി സ്വതന്ത്രാനന്തര ഇന്ത്യ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നത്. അപ്പോൾ ഇന്ത്യ പിന്തുടർന്നത് ഏത് സമ്പദ് വ്യവസ്ഥയാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ഈ ആസൂത്രണത്തിൻ്റെ നാൾ വഴികൾ ഇവിടെ പറയുന്നുണ്ട്. 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി. അപ്പോൾ ആദ്യമായിട്ട് ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുന്നത് 1938 ബോംബെ പ്ലാൻ വരുന്നത് 1944 ബോംബെ പ്ലാൻ വരുന്നത്. ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച MN റോയിയുടെ ജനകീയ പദ്ധതി. അപ്പോൾ ജനകീയ പദ്ധതി വരുന്നുണ്ട്. 1944 ജനകീയ പദ്ധതി. MN റോയിയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമരപ്പയുടെ പദ്ധതി നെഹ്റു അധ്യക്ഷനായി 1950 മാർച്ച് 15 നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1950 മാർച്ച് 15. 1951 മുതൽ പിന്നീട് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുകയാണ്. അങ്ങനെ 2015 ജനുവരി 1 ഈ ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നു. ജനകീയ പദ്ധതി 1945 ജനകീയ പദ്ധതി നിലവിൽ വന്നത്. 1945 അപ്പം ഇന്ത്യൻ ദേശീയ ആസൂത്രണ കമ്മിറ്റി വന്നത് 1938 44 ബോംബെ പ്ലാൻ തയ്യാറാക്കിയത്. MN റോയിയുടെ ജനകീയ പദ്ധതി 1945. ഗാന്ധി ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമരപ്പയുടെ പദ്ധതി. അതുപോലെ തന്നെ നെഹ്റു അധ്യക്ഷനായിട്ട് 1950 മാർച്ച് 15 ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ 1951 മുതൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുകയാണ്. 2015 എന്ത് വരുന്നത്? നീതി ആയോഗ് നിലവിൽ വന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ഭക്ഷ്യ ദൗർലഭ്യവും ദാരിദ്ര്യവുമായിരുന്നു. ഇതിനെ മറികടക്കുന്നതിനായിട്ടാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക വികസനത്തിന് ഊന്നൽ നൽകിയത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് എന്തായിരുന്നു? ഭക്ഷ്യ ദൗർലഭ്യവും അതുപോലെ തന്നെ ദാരിദ്ര്യവുമായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ആസൂത്രണ കമ്മീഷൻ എന്ത് രൂപീകരിക്കുകയാണ്? പഞ്ചവത്സര പദ്ധതികൾ രൂപീകരിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക വികസനമായിരുന്നു. കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി ജലസേചന സൗകര്യവും ഉൽപാദനവും ആവശ്യമായിരുന്നു. അതിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുവാൻ ശ്രമം ആരംഭിച്ചു. അപ്പോൾ ദാരിദ്ര്യമുള്ള കാരണം തന്നെയാണ് അവിടെ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ കൃഷി ചെയ്യുന്നതിനായിട്ട് ജലം ആവശ്യമാണ്. അതിനാൽ തന്നെ ജലസേചന പദ്ധതികളും അതുപോലെ തന്നെ അണക്കെട്ടുകളും നിർമ്മിക്കുന്നുണ്ട്. സത്ലജ് നദിയിലെ ബക്രാനങ്കൽ, ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാക്കുഡ്
എന്നിവ ഇക്കാലത്ത് നിർമ്മിച്ച പ്രധാനപ്പെട്ട നദീതട പദ്ധതികളാണ്. സത്ലജ് നദിയിലെ ബക്രാനങ്കൽ, ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാക്കുഡ് എന്നിവ ഈ സമയത്ത് നിർമ്മിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നദീതട പദ്ധതികളാണ്. സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമായി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായ വികസനത്തിനായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനാണ് പ്രധാനം നൽകിയിട്ടുണ്ടായിരുന്നത് അല്ലേ. സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമായി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് വ്യവസായ വികസനത്തിനാണ്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യ പുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള രാജ്യ പുരോഗതി. ഇനി അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്ത് പറഞ്ഞത്? അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1959 ദാമോദർ നദിയിലെ പാഞ്ചേത് അണക്കെട്ട് ഇന്നത്തെ ജാർഖണ്ഡ് സാന്താൾ ഗോത്രവർഗ്ഗക്കാരിയായ ബുധിനി മെജ്ഹാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് കാണാനായിട്ട് സാധിക്കാം. ഇനി ഓരോ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പഞ്ചവത്സര പദ്ധതികൾ വന്നു. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയോട് കൂടിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിക്കുന്നത്. രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഏതൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ്. നോക്കാം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. സഹായം നൽകിയത് ജർമ്മനിയാണ്. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. സോവിയറ്റ് യൂണിയനാണ് സഹായം നൽകിയത്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിലാണ്. യുണൈറ്റഡ് കിങ്ഡമാണ് സഹായം നൽകിയത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല ജാർഖണ്ഡിൽ രൂപീകരിച്ചു. സോവിയറ്റ് യൂണിയനാണ് സഹായം നൽകിയത്. അപ്പോൾ റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഒഡീഷ, ജർമ്മനി. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല ഛത്തീസ്ഗഡ് സംസ്ഥാനം, സോവിയറ്റ് യൂണിയൻ സഹായിച്ച രാജ്യം. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാല പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. യുണൈറ്റഡ് കിങ്ഡം സഹായിച്ചു. ബൊക്കാറ ഇരുമ്പുരുക്ക് വ്യവസായശാല ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഹായം നൽകിയത് ആരാണ്? സോവിയറ്റ് യൂണിയനാണ്. തുടർന്നുള്ള പദ്ധതികളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസ്വയം പര്യാപ്തത, വിദ്യാഭ്യാസം, ഊർജ്ജോൽപാദനം എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നൽകിയത്. പിന്നീട് വരുന്നിട്ടുള്ള പദ്ധതികളിൽ ഏതൊക്കെ ഡീറ്റെയിലായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പഞ്ചവത്സര പദ്ധതിയിലാണല്ലേ. അപ്പോൾ പിന്നീട് വരുന്ന പദ്ധതികളിലൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസ്വയം പര്യാപ്തത, വിദ്യാഭ്യാസം, ഊർജ്ജോൽപാദനം എന്നീ മേഖലകൾക്കൊക്കെ പ്രാധാന്യം നൽകി. അതുപോലെ തന്നെ ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിങ് എന്നീ രംഗങ്ങളിലും സ്വതന്ത്ര ഇന്ത്യയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിങ് എന്നീ രംഗങ്ങളിലൊക്കെ പ്രധാനമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെയാണ് ഭൂപരിഷ്കരണം. എന്താണ് ഭൂപരിഷ്കരണം? സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നടപടിയായിരുന്നു ഭൂപരിഷ്കരണം. സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നടപടിയാണ് ഭൂപരിഷ്കരണം. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്ന് പറയുന്നതാണ് ഈ ഭൂപരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിട്ടത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ആശയം വന്നിട്ടുണ്ടായിരുന്നു. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി ജെ.സി. കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിച്ചു. അപ്പോൾ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ചേരാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി ജെ.സി. കുമരപ്പയുടെ നേതൃത്വത്തിൽ എന്ത് രൂപീകരിക്കുകയാണ്? കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂവുടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം നടപ്പിലാക്കി. ഇത് ഒരു പരിധിവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായി. അപ്പം എന്താണ് പറഞ്ഞത്? ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു മേഖലയിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് കുറേ ഭൂമിയുള്ള ആൾക്കാർക്ക് മിച്ചം വരുന്ന ഭൂമി, അതായത് എല്ലാവർക്കും ഒരു കൈവശം വയ്ക്കാവുന്ന ഒരു ഭൂമിക്ക് പരിധി നിശ്ചയിക്കുകയാണ്. അതിന് ഫലമായിട്ട് മിച്ചം വരുന്ന ഭൂമി ആർക്ക് കൊടുക്കുകയാണ്? പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഫലമായിട്ട് എന്ത് സംഭവിക്കും? ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കും അല്ലേ. അപ്പോൾ ഇതിന് ഫലമായിട്ടാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായത് ഇതിൻ്റെ
ഫലമായിട്ടാണ്, അതായത് ഭൂപരിഷ്കരണത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിട്ടുണ്ട്. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി ജെ.സി. കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റി നിയോഗിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾക്ക് ഭൂവുടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം നിലവിൽ വന്നത്. ഇനി ഭൂദാന പ്രസ്ഥാനം നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിനായിട്ട് വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഈ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായിട്ട് ആരുടെ നേതൃത്വത്തിലാണ്? വിനോബ ഭാവെയുടെ നേതൃത്വത്തിലാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. വിനോബ ഭാവെയും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി. വൻകിട ഭൂവുടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു. അപ്പോൾ ഈ ഭൂപരിഷ്കരണ നിയമങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഭൂദാന പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിലാണ്? വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നതിന് ശേഷം ഈ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി കുറയാണ്. ഇനി ഭക്ഷ്യോൽപാദനം വിപ്ലവങ്ങളിലൂടെ. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ ഇന്ത്യ നടപ്പാക്കിയ പദ്ധതികൾ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാൽ അവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കണം. അതായത് 1960 മുതൽ ഇന്ത്യ നടപ്പാക്കിയ പദ്ധതികൾ ഈ ഭക്ഷ്യോൽപാദന മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാൽ തന്നെ ഇവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കണം. രാഷ്ട്ര നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമമാണ് ഭക്ഷ്യസ്വയം പര്യാപ്തത നേടുവാൻ ഇന്ത്യയെ സഹായിച്ചത്. രാഷ്ട്ര നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമമാണ് ഭക്ഷ്യസ്വയം പര്യാപ്തത നേടുവാൻ ഇന്ത്യയെ സഹായിച്ചത്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിയാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി. എന്തൊക്കെയാണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങളെയാണ് ഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. 1960 മുതൽ 1970 വരെയും 1970 മുതൽ 1980 വരെയുമായി 2 ഘട്ടങ്ങളിലായാണ് ഹരിത വിപ്ലവം നടന്നത്. 1960 മുതൽ 70 വരെ ഒന്നാം ഘട്ടവും 1970 മുതൽ 80 വരെ രണ്ടാമത്തെ ഘട്ടവുമായിട്ടാണ് ഹരിത വിപ്ലവം നടക്കുന്നത്. ഡോക്ടർ M.S. സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ M.S. സ്വാമിനാഥൻ. നോമൻ ബോർലോഗ് ആണല്ലേ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ M.S. സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തെ തുടർന്ന് പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ധവള വിപ്ലവവും മത്സ്യോൽപാദന മേഖലയിലെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള നീല വിപ്ലവവും ഇന്ത്യയിൽ വിജയകരമായി നടപ്പിലാക്കി. അപ്പോൾ പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപ്ലവം ചോദിക്കുകയാണെങ്കിൽ ധവള വിപ്ലവമാണ്. അതുപോലെ തന്നെ മത്സ്യ ഉൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കിയിട്ടുള്ളത് എന്താണ്? നീല വിപ്ലവമാണ്. ഇതിലൂടെ രാജ്യത്ത് നിരവധി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുവാനും സാധിച്ചു. ഇനി ധവള വിപ്ലവം. മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാലുൽപാദനത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. ആരുടെ നേതൃത്വത്തിലാണ് ധവള വിപ്ലവം ആരംഭിക്കുന്നത്? ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിലാണ്. അതിനാൽ തന്നെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനെയാണ്. ഇതിൻ്റെ ഭാഗമായി ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ ഡിസ്ട്രിക്റ്റ് കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ക്ഷീരോത്പാദക സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ക്രമേണ ഇത് അമൂൽ എന്ന പ്രശസ്തമായ ക്ഷീരോത്പാദന സംഘമായി മാറുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് ബാങ്കുകളുടെ ദേശസാൽക്കരണം. സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകൾ വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥതയിലായിരുന്നു. ബാങ്കുകൾ സമ്പന്നർക്ക് മുൻഗണന നൽകിയതിനാൽ കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റ് ബാങ്ക് സേവനങ്ങളും ലഭിക്കാതെ വന്നു. അപ്പോൾ ബാങ്കുകൾ ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു? വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥതയിലായിരുന്നു. അതിനാൽ തന്നെ കർഷകർക്കും
സാധാരണക്കാർക്കും വായ്പയും മറ്റു ബാങ്ക് സേവനങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. തുടർന്ന് 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റ് 14 പ്രധാന ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. ഇത് ബാങ്ക് ദേശസാൽക്കരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1969 14 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെടുന്നത്. പിൽക്കാലത്ത് 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുത്തു അല്ലേ. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1980 കാലഘട്ടത്തിലാണ്. അപ്പോൾ 6 ബാങ്കുകൾ കൂടിയാണ് സർക്കാർ ഏറ്റെടുത്തത്. സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യ പിന്തുടർന്നത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ഈ നയങ്ങൾ സഹായകമായി. എന്നാൽ 1990-കളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റങ്ങളുണ്ടായി. തുടർന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖലയിലെ പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. പിന്നീട് 1990-ലാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ വരുന്നത് അല്ലേ. അത് ജിയോഗ്രഫിയിൽ പറയുന്നുണ്ട് ഒരു ചാപ്റ്ററിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വിദ്യാഭ്യാസം. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നുവെന്ന് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ശുപാർശകൾ സമർപ്പിക്കുന്നതിനുമായി ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി വിവിധ കമ്മീഷനുകളെ നിയമിച്ചു. അപ്പോൾ സ്വതന്ത്ര വിദ്യാഭ്യാസ കമ്മീഷൻ, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് പറയുന്നത്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത് 1948-ലാണ്. ഊന്നൽ മേഖല എന്താണ്? സർവകലാശാല വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്നത് 1948-ലാണ്. പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വന്നത് 1952-ലാണ്. സെക്കൻഡറി വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 1964 വന്നു. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ദേശീയ വിദ്യാഭ്യാസ നയം 1986 ആദ്യമായിട്ട് വന്നു. പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്തായിരുന്നു? പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തു. അപ്പോൾ 1948-ലാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നത്. സർവകലാശാല വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. 1952 ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വന്നു. സെക്കൻഡറി വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. 1964 ഡോക്ടർ DS കോത്താരി കമ്മീഷൻ വന്നു. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടനയെക്കുറിച്ച് പറഞ്ഞു. 10+2+3 എന്ന് പറയുന്ന മാതൃക കൊണ്ടുവന്ന ആരാണ്? ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ്. 1986 ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വന്നു. അതിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം കൊടുത്തു. പിന്നീട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം വന്നു. അത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമാണ് പ്രാധാന്യം കൊടുത്തത്. അറിവിൻ്റെ വിപ്ലവം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ. ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ്? ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് തിരിച്ചറിഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് മുകളിൽ വായിച്ചത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്താണ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? എന്താണ്? ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് അദ്ദേഹം പ്രോത്സാഹനം നൽകി. ഇതോടൊപ്പം ശാസ്ത്രീയ മനോഭാവത്തിൽ അധിഷ്ഠിതമായ സമൂഹ സൃഷ്ടി തൻ്റെ ദൗത്യമായി അദ്ദേഹം കരുതി. ഇതിനായി ഹോമിജി ബാബ, മേഘനാഥ് സാഹ തുടങ്ങിയ ശാസ്ത്രോപദേഷ്ടാക്കളുടെ സേവനം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? നെഹ്റു ആണ് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വികസനത്തിന് പ്രോത്സാഹനം നൽകിയതില്ലേ. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ദൗത്യം കൊണ്ടുവരാനായിട്ട് ആരെയൊക്കെയാണ് അദ്ദേഹത്തെ സഹായിച്ചത്? ഹോമിജി ബാബ, മേഘനാഥ് സാഹ തുടങ്ങിയവരാണ് സഹായിച്ചത്. ഹോമിജി ബാബ, മേഘനാഥ് സാഹ. ഹോമിജി ബാബയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. നമുക്കറിയാം പഴയ CRTയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പോയിന്റ് തന്നെയാണ്. പക്ഷേ മേഘനാഥ് സാഹ പുതിയൊരു വേർഡാണ്, പുതിയൊരാളാണ്, വ്യക്തിത്വമാണ്. അതിനാൽ തന്നെ അതൊന്ന് നോക്കി വയ്ക്കാം കേട്ടോ. മേഘനാഥ് സാഹ.
സ്വതന്ത്ര ഇന്ത്യയിൽ അറിവിൻ്റെ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അടിത്തറയിട്ടു. അവയിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഇനി ബുദ്ധൻ ചിരിക്കുന്നു, സ്മൈലിംഗ് ബുദ്ധ. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് ഇന്ത്യയിൽ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇന്ത്യയിലെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് അല്ലേ. ഇന്ത്യയിൽ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം എവിടെയാണ്? പൊക്രാനിലാണല്ലേ. പൊക്രാൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ ആദ്യമായിട്ട് ആണവ പരീക്ഷണം നടത്തിയത്. ഈ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ 1974 മെയ് 18 ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത് രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ഇതിനെ എന്താണ് അറിയപ്പെടുന്നത്? ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് അല്ലേ. ആ വർഷത്തെ ബുദ്ധപൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. 1998 പൊക്രാനിൽ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി. അപ്പോൾ ആദ്യത്തെ ആണവ പരീക്ഷണം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറഞ്ഞ പേരിട്ടിട്ടുള്ള പൊക്രാനിൽ നടന്നിട്ടുള്ളതാണ് അല്ലേ. 1974 മെയ് 18. രണ്ടാമത്തെ ആണവ പരീക്ഷണം നടക്കുന്നത് 1998 പൊക്രാനിൽ തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ ശക്തി എന്ന പേരിലാണ്. ഓക്കെ. ഇനി ബഹിരാകാശ ഗവേഷണം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനം. രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിക്കാമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹോമി ജെ ബാബ, വിക്രം സാരാഭായ് എന്നിവർ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകിയ പ്രധാന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. ഓക്കെ. അപ്പോൾ ആരൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ബഹിരാകാശ ഗവേഷണ രംഗത്ത് കൂടുതൽ മികവ് തെളിയിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ്? ഹോമി ജെ ബാബയും വിക്രം സാരാഭായി ആണ് അല്ലേ. പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് 1969 ബാംഗ്ലൂർ കേന്ദ്രമായി സ്ഥാപിതമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ISRO. അപ്പം ബഹിരാകാശ പരിവേഷണം ലക്ഷ്യമാക്കിയിട്ട് കുറേ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ISRO അല്ലെ. ISRO എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് നിലവിൽ വന്നത്. 1969 ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂർ കേന്ദ്രമായിട്ടാണ് സ്ഥാപിച്ചത് അല്ലേ. 1969 ബാംഗ്ലൂരു സ്ഥാപനമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ, തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഒന്നാമത് നാം പറഞ്ഞു ISRO ആണ്. 1969 ബാംഗ്ലൂരിലാണ് സ്ഥാപിതമായത്. രണ്ടാമത്തത് എവിടെയാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. അതുപോലെ തന്നെ റിമോട്ട് സെൻസിംഗ് സെന്റർ എവിടെയാണ്? ഹൈദരാബാദിലാണ് റിമോട്ട് സെൻസിംഗ് സെന്റർ. പിന്നെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലേ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്താണ്. അപ്പോൾ പ്രധാനപ്പെട്ട ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് ISRO, അതുപോലെ തന്നെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഹൈദരാബാദിൽ, അതുപോലെ റിമോട്ട് സെൻസിംഗ് സെന്റർ എവിടെയാണ്? ഹൈദരാബാദിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ, അതുപോലെ തന്നെ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദിൽ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്.
ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളിൽ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച അഭിമാനകരമായ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടവ ചുവടെ ചേർക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ? 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപണ ദൗത്യം ഏത് പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്? ആര്യഭട്ട വിക്ഷേപിച്ചെന്നാണ് 1975 ഏപ്രിൽ 19 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് എന്ത്? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിക്കുന്നപ്പോഴാണ് 1975 ഏപ്രിൽ 19 അതുപോലെ തന്നെ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്നിവയൊക്കെ എന്താണ്? ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളാണ്. 2013 മംഗൾയാൻ ദൗത്യം. മംഗൾയാൻ ദൗത്യം എപ്പോഴാണ്? 2013 സൗര ഗവേഷണ ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണല്ലേ. അതുപോലെ തന്നെ ബഹിരാകാശ കാലാവസ്ഥാ പഠനം എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള ആദിത്യ L1 വിക്ഷേപണ ദൗത്യം. സൗര ഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥാ പഠനം എന്നിവ ലക്ഷ്യമാക്കിയിട്ട് ആദിത്യ L1 വിക്ഷേപണ ദൗത്യമൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. പേരൊക്കെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ആര്യഭട്ട നിലവിൽ വന്നത് എന്താണ്? 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ, 2013 മംഗൾയാൻ ദൗത്യം, അതുപോലെ തന്നെ ആദിത്യ L1 എന്തായിരുന്നു? പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? സൗര ഗവേഷണ ദൗത്യവും ബഹിരാകാശ കാലാവസ്ഥ പഠനവും എന്നിവയായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇവ കൂടാതെ മനുഷ്യരെ ബഹിരാകാശത്തിൽ എത്തിക്കുന്നതിനായിട്ടുള്ള ഗഗൻയാൻ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ. അപ്പം എന്താ പറയുന്നത്? മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഗഗൻയാനാണ്. ഗഗൻയാനാണ് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ദൗത്യം എന്ന് പറയുന്നത് ഏതാണ്? ഗഗൻയാനാണ്. ഇനി ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ദേശീയ ബഹിരാകാശ ദിനം ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിച്ചു വരുന്നു. അപ്പൊ എന്നാണ് ബഹിരാകാശ ദിനം? ഓഗസ്റ്റ് 23 അല്ലേ. ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ സ്മരണയ്ക്കായി ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നതെന്നാണ്. ഓഗസ്റ്റ് 23 ഇനി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മിസൈൽ സാങ്കേതിക വിദ്യാ വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരു മിസൈൽ സാങ്കേതിക വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലെ. അപ്പൊ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മിസൈൽ സാങ്കേതിക വിദഗ്ധനും ശാസ്ത്ര ഗവേഷകരുമാണ്. DRDO അതുപോലെ തന്നെ ISRO എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ടായിരുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? APJ അബ്ദുൽ കലാമിനാണ് അല്ലെ. അദ്ദേഹം ISRO, DRDO എന്നീ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിസൈൽ സാങ്കേതിക വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമാണ് അദ്ദേഹം. ഓക്കെ, അപ്പൊ ഇതാണ് ബഹിരാകാശവുമായി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ വിദേശ നയം എന്തൊക്കെയാണ്? ലോകസമാധാനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ആരൊക്കെയാണ്? ലോകസമാധാനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട ചേരിചേരാ പ്രസ്ഥാനം. ലോകസമാധാനം ലക്ഷ്യമാക്കിയിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്.
ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയായ ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് രൂപം നൽകിയത്. അപ്പൊ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി. ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അപ്പൊ അദ്ദേഹം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് രൂപം നൽകിയത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ? എന്തൊക്കെയാണ്? സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക. സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. അപ്പം ചേരിചേരാ പ്രസ്ഥാനം എന്നാണ് വിദേശ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ എന്തൊക്കെയാണ്? സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. ഇതിലെ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗവൻലായും ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്ന ചൗവൻലായു ആണ് അല്ലെ. ചൗവൻലായു ആണ്. അപ്പൊ 1954 പഞ്ചശീല തത്വങ്ങളിൽ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ചൗവൻലായും തമ്മിൽ ഒപ്പുവെക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളിൽ വരുന്നത്? രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട പഞ്ചശീല തത്വങ്ങളിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ? രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് പഞ്ചശീല തത്വങ്ങൾ. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റുവും ചൗവൻലായും തമ്മിലാണ് ഒപ്പുവെക്കുന്നത്. എന്നാണ് ഒപ്പുവെച്ചത്? 1954. ഓക്കെ, അപ്പൊ വിദേശ നയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. ഇതിൽ പഞ്ചശീല തത്വങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇനി എന്താണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്? രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ആഗോള ശക്തികളായി മാറി. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ആഗോള ശക്തികളായി മാറി. ഇവർ തമ്മിൽ ആരംഭിച്ച ശീതയുദ്ധം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി. ഇരു ശാക്തിക ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം. എന്താ പറയുന്നത്? രണ്ടാം ലോകം കഴിഞ്ഞതിന് ശേഷം അമേരിക്കയും റഷ്യയും തമ്മിൽ രണ്ട് വലിയ ശക്തികളായിട്ട് മാറാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് സംഭവിച്ചു? യുദ്ധം ആരംഭിച്ചു അല്ലെ. ശീതയുദ്ധം ആരംഭിച്ചു. അങ്ങനെ ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായിട്ട് മാറി. അങ്ങനെ ഇവർ തമ്മിൽ ഇരു ശാക്തിക ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായിട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം. ഈ രണ്ട് ചേരികളിലും ചേരാതെ തന്നെ സ്വതന്ത്രമായിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ
എന്താണ് പറയുന്നത്, രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ രൂപീകരിച്ചിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിച്ചതെന്നും പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, വിദേശ നയത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1983 ന്യൂഡൽഹിയിൽ ചേർന്ന 7ാമത്തെ ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയും അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെൽസിങ്ങിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ ഇതിലെ. ഇനി കോളനി ഭരണത്തിന്റെ പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്നായി വളരാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നാം ഇനിയും ഏറെ ദൂരം മുന്നേറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോളനി ഭരണത്തിന്റെ പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്നായിട്ട് മാറാൻ ആർക്ക് കഴിഞ്ഞു, സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞു അല്ലേ. എന്നാലും കുറേ കാര്യങ്ങൾ, അതായത് സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഇനിയും കുറേ ദൂരം പോവാനുമുണ്ട്. സ്വതന്ത്ര ഇന്ത്യ വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനമായ കേരളവും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ കാര്യങ്ങളാണ് അല്ലെ. സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ പറഞ്ഞു, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പുരോഗതി നേട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കേരള ഹിസ്റ്ററിയുമായിട്ട് വരാം. നമുക്കറിയാം കേരള ഹിസ്റ്ററിയിലും PSC പഠിക്കുന്നവർക്കറിയാം, കേരള ഹിസ്റ്ററിയിൽ നമുക്കൊരു ടോപ്പിക് തന്നെ ഉണ്ട് അല്ലേ, സ്വാതന്ത്ര്യത്തിന് ശേഷം എങ്ങനെയായിരുന്നു ഇന്ത്യ എന്നുള്ളതും അതുപോലെ തന്നെ കേരളം എന്നുള്ളതും. ഓക്കെ, ലോകം ശ്രദ്ധിച്ച കേരളത്തിന്റെ വികസനാനുഭവങ്ങൾ എന്തൊക്കെയാണ്? പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തും ചെയ്യാമെന്ന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ധർ പഠിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ നിന്ന്. അപ്പം പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യാസൻ കേരള വികസന മാതൃകയെ പറ്റി നടത്തിയിട്ടുള്ള നിരീക്ഷണമാണ് ഇവിടെ പറയുന്നത്. പരിമിതമായ വിഭവങ്ങളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ധർ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നല്ലേ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാഷ്ട്രീയ ഭൂവിഭാഗങ്ങളായി വേറിട്ട് കിടന്നിരുന്ന പ്രദേശങ്ങളെയും അതുപോലെ ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കും കൂടി ഉൾപ്പെടുത്തിയാണ് 1956 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നുള്ള ആവശ്യമൊക്കെ വന്നു. അങ്ങനെ 1956 നവംബർ 1 കേരള സംസ്ഥാനം അല്ല, കുറേ സംസ്ഥാനം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യ ഈ സ്വതന്ത്രാനന്തരം നേരിട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണം എന്നൊക്കെ പറയുന്നത് അതിൽ വന്നതായിരുന്നു. അപ്പൊ അതിൽ കേരളവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കിടക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ കേരളം 1956 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാഷ്ട്രീയ ഭൂവിഭാഗങ്ങളായി വേറിട്ട് കിടന്നിരുന്ന പ്രദേശങ്ങളെയും, അതായത് നമുക്കറിയാം ആദ്യത്തെ കേരളം എങ്ങനെയായിരുന്നു, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ അങ്ങനെ 3 നാട്ടുരാജ്യങ്ങളായിട്ടാണ് അല്ലേ, 3 രാഷ്ട്രീയ ഭൂവിഭാഗങ്ങളായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് എന്ന് പറയുന്ന താലൂക്കും ഈ കേരളത്തിനോടൊപ്പം അല്ലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. കേരള നിയമസഭകളിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1957 നടന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നതാണ് 1957. ഏതായിരുന്നു മന്ത്രിസഭ? EMS മന്ത്രിസഭയായിരുന്നു അല്ലേ. EMS നമ്പൂതിരിപ്പാട് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഗവൺമെന്റ് രൂപീകരിച്ചു. അപ്പൊ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS ആണ്. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി ധാരാളം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അപ്പൊ എന്തൊക്കെയാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി നോക്കാം. അതിലൊന്നാണ് ഭൂപരിഷ്കരണം. കേരളത്തിൽ ഭൂപരിഷ്കരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂപരിഷ്കരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് കേരളത്തിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. മലയപ്പുരയന മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു.
മനതാരിലാശകൾ പോലതിലാരോ മരതക കൂമ്പ് പൊടിച്ചു വന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഒരു വരികളാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. PSC പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ PSC ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ സെയിം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം മലയെ പുലയന മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. ആരുടെയാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ്. ഭൂപരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കേരളത്തിലെ കർഷകരുടെ പൊതുസ്ഥിതിയാണ് മുകളിലെ കവിതാഭാഗം സൂചിപ്പിക്കുന്നത്. ഇത്തരം സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് 1957 നിലവിൽ വന്ന കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചത്. അപ്പോൾ 1957 എന്ത് വരുന്നത്? എന്ത് ടൈം വന്നത്? കാർഷിക ബന്ധ നിയമം അല്ലേ? കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിച്ചു. 1957 കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നതെന്നായിരുന്നു? 1957 ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ലേ? ആ ഒരു സമയത്ത് തന്നെയാണ് കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിക്കുന്നത്. തുടർന്ന് 1970 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചു. അങ്ങനെ തുടർന്ന് 1970 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം, അപ്പോൾ കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ്? 1970 ജനുവരി 1. അപ്പോൾ 1957 കേരള സർക്കാർ കാർഷിക ബന്ധ നിയമം അവതരിപ്പിക്കുന്നുണ്ട്. 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം വന്നത്. അത് പ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചു. ഇനി എന്താണ് ഭൂപരിധി എന്ന് വെച്ചാൽ എന്താണ്? കേരള ഭൂപരിഷ്കരണ നിയമം 82 വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂപരിധി 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ്. എന്നാൽ കുടുംബത്തിൽ 5 അംഗങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ 20 ഏക്കർ വരെ കൈവശം വയ്ക്കാവുന്നതാണ്. അപ്പോൾ എത്രയാണ് ഒരു വ്യക്തി? നമ്മൾ പറഞ്ഞു ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പരിധി വരെ നമുക്ക് ഭൂമി കൈവയ്ക്കാൻ പറ്റുന്നതാണ് അല്ലേ? ബാക്കി ഇതിനും കൂടുതൽ ഭൂമികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുടിയാന്മാർക്ക് എഴുതി കൊടുക്കണം എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം 82 വകുപ്പ് പ്രകാരം പറയുന്നത് ഒരു വ്യക്തിക്ക് പരമാവധി കൈവയ്ക്കാൻ പറ്റുന്നത് 7.5 ഏക്കറാണ്. എന്നാൽ ഒരു കുടുംബത്തിനാണെന്നുണ്ടെങ്കിലോ 15 ഏക്കറാണ്. ആ കുടുംബത്തിലെ 5 വ്യക്തികൾക്ക് കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? എത്ര ഏക്കർ പറയുന്നുണ്ട്? 20 ഏക്കർ വരെ കൈവശം വയ്ക്കാമെന്നും പറയുന്നുണ്ട്. ഇനി കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണ്? കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണ്ണയിക്കപ്പെട്ടു. ഭൂപരിഷ്കരണ നിയമങ്ങളിലെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയാണ്? കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണ്ണയിക്കപ്പെട്ടു. ജന്മിത്ത സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു. കൃഷിഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ചു. കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണവും അസമത്വവും ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയാണ്? കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണ്ണയിക്കപ്പെട്ടു. ജന്മിത്ത സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു. കൃഷിഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം ലഭിച്ചു. കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണവും അസമത്വവും ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഇനി അറിവിന്റെ വ്യാപനവും വിനിമയവും കേരളത്തിൽ എങ്ങനെയാണ്? പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല. മഹാത്മാ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. എന്താണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ല എന്നുണ്ടെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ് അല്ലേ? താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനായി തിരുവല്ലയിലെ പുല്ലാട് സർക്കാർ സ്കൂളിൽ ഒരു വിദ്യാഭ്യാസ സമരം നടന്നു. തങ്ങളുടെ കുട്ടികളെ അയിത്തജാതിക്കാരോടൊപ്പം ഇരുത്തില്ലെന്ന് സവർണ മേധാവികൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്കൂൾ അനിശ്ചിത കാലത്തേക്ക് അടച്ചിട്ടു. അപ്പൊ എന്താ പറയുന്നത്?
എവിടെയാണ് പറയുന്നത്? തിരുവല്ലയിലെ പുല്ലാട് സർക്കാർ സ്കൂളിലാണ് ഒരു വിദ്യാഭ്യാസ സമരം നടക്കുന്നത്. തങ്ങളുടെ കുട്ടികളെ അയിത്ത ജാതിക്കാരുടെ ഒന്നും ഇരുത്തില്ല എന്ന് ആര് പറഞ്ഞു? സവർണ ജാതിക്കാർ പറഞ്ഞു. അങ്ങനെ സ്കൂളുകൾ കുറേ നാള് അടച്ചിടാണ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിക്കര ചോതി, കുറുമ്പൻ ദൈവത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുകയും തൽഫലമായി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരൊരു സ്കൂൾ തുടങ്ങാണ്. പക്ഷെ സവർണർ പറഞ്ഞു ഇനി ഇവരൊന്നും ഞങ്ങളെ തിരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സ്കൂൾ കുറേ നാൾ അടച്ചിട്ടോ. പക്ഷെ അതിനെതിരായിട്ട് ആരൊക്കെയാണ് പ്രവർത്തിച്ചത്? കുറുമ്പൻ ദൈവത്താണ്, വെള്ളിക്കര ചോദ്യം. അതിന്റെ ഫലമായിട്ട് താഴ്ന്ന ജാതിക്കാർക്കും സ്കൂളിൽ പ്രവേശിക്കാനുള്ള അനുമതി കിട്ടി. സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന് വിദ്യ നേടാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നുവെന്നാണ് മുകളിൽ നൽകിയിരിക്കുന്ന സംഭവം സൂചിപ്പിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന് വിദ്യ നേടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല, അല്ലെ? അത് നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ പിൽക്കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസവും ജനകീയവും സാർവത്രികവുമായി മാറി. ഭൂപരിഷ്കരണം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിമാരുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്നിവയാണ് ഇതിന് വഴി തെളിച്ച പ്രധാന ഘടകങ്ങൾ. പിന്നീട് എന്തായിട്ട് മാറി? അങ്ങനെയുള്ള ഈ വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. അതിനെ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭൂപരിഷ്കരണം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിമാരുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച. ഇന്ന് നിലനിൽക്കുന്ന സാർവത്രികവും സൗജന്യവുമായ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനത്തെ സ്വാധീനിച്ച മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഇന്ന് സൗജന്യമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇത് ലഭ്യമാക്കുന്നതിനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുള്ള മറ്റു ചില ഘടകങ്ങൾ എന്തൊക്കെയാണ്? അച്ചടിയുടെ വ്യാപനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അധികാര വികേന്ദ്രീകരണം. എന്തൊക്കെയാണ്? അച്ചടിയുടെ വ്യാപനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അധികാര വികേന്ദ്രീകരണം. ഇനി ഇതിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. 1829 തിരുവിതാംകൂർ രാജാവായ സോതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല എന്നാണ് പ്രവർത്തിച്ചത്? 1829 ഏത് രാജാവാണ്? സോതി തിരുനാളാണ്. അതുപോലെ തന്നെ എവിടെയാണ് സ്ഥാപിച്ചത്? തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത്. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല എന്ന് പറയുന്നത് പബ്ലിക് ലൈബ്രറി എന്ന് പറയുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. ഏത് തിരുനാളാണ്? സോതി തിരുനാളാണ്, അല്ലേ? സോതി തിരുനാൾ രാജാവാണ്. എന്നാണ് 1829 സ്ഥാപിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല എന്ന് പറയുന്നത് ഏതാണ്? പബ്ലിക് ലൈബ്രറി ആണെന്ന് പറഞ്ഞത്. തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള പബ്ലിക് ലൈബ്രറിയാണ്. 1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ട കൂട്ടായ്മയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. 1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ട കൂട്ടായ്മയാണ് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വഴി തെളിയിക്കുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. എന്നാണ് നിലവിൽ വന്നത്? 1829 ആദ്യമായിട്ട് ഒരു ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആരാണ്? സോതി തിരുനാളാണ്. 1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ട കൂട്ടായ്മയാണ് ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. ഇനി കേരളത്തിന്റെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതോടെയാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടത്. ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതിനു ശേഷമാണ് എന്ത് രൂപപ്പെടുന്നത്? വിദ്യാഭ്യാസം, അല്ലെ? വിദ്യാഭ്യാസം ശക്തിപ്പെടുന്നത്.
ഭൂപരിഷ്കരണ നിയമങ്ങൾ 1958 കേരള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. ഭൂപരിഷ്കരണ നിയമങ്ങൾ, അതുപോലെ തന്നെ 1958 കേരള വിദ്യാഭ്യാസ നിയമം എന്നിവയൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. ജനകീയ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഫലമായി 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി മാറി. അങ്ങനെ കേരളമാണ് ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് മാറിയത്. എപ്പോഴാണ്? 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് മാറുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏത് ഇയറാണ്? 1991 ഏപ്രിൽ 18. 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. അപ്പം എന്നാണ് പഞ്ചായത്തി രാജ് വരുന്നത്? 1994 പഞ്ചായത്തി രാജ് വരുന്നത് അല്ലേ? 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം വരുന്നത്. അതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. ഇതോടെ ജനപങ്കാളിത്തത്തോടുകൂടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിക്കുവാൻ തുടങ്ങി. ഏതോടുകൂടി? 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നല്ലോ. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജനപങ്കാളിത്തത്തോടു കൂടിയായിട്ട് അല്ലെ ഇതോടുകൂടി ജനപങ്കാളിത്തത്തോടു കൂടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ രൂപീകരിക്കുവാനായിട്ട് തുടങ്ങി. ഇനി കേരളവും ഉന്നത വിദ്യാഭ്യാസവും. അപ്പൊ നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? ഇനി ഉന്നത വിദ്യാഭ്യാസം. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിച്ചു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പൊതുവായ ലക്ഷ്യം. അപ്പം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പൊതുവായ ലക്ഷ്യം എന്താണ്? സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക. ശാസ്ത്ര, സാങ്കേതിക, മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിനോടൊപ്പം ഗവേഷണവും നൂതനമായ കണ്ടെത്തലുകളും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ശാസ്ത്ര, സാങ്കേതിക, മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതിനോടൊപ്പം തന്നെ ഗവേഷണവും നൂതനമായ കണ്ടെത്തലുകളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും പറയണം. കേരള സംസ്ഥാന രൂപീകരണ വേളയിൽ ഒരു സർവകലാശാല മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് ഒരു സർവകലാശാല ഉണ്ടായിരുന്നുള്ളൂ. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നവേഷൻ ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്ര, സാങ്കേതിക, കാർഷിക, ആരോഗ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോളിടെക്നിക്കുകൾ, വ്യവസായ പരിശീലന സ്ഥാപനങ്ങൾ, ITI പോലെയുള്ള കോളേജുകളൊക്കെ എന്താണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായത് മുതൽ സാർവത്രിക വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യവും ആ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളുമാണ് കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃക സംസ്ഥാനമായി വളർത്തിയ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആരോഗ്യ മേഖലയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല. എല്ലാവർക്കും ആരോഗ്യം മാതൃകയായി കേരളം. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചിയിൽ വീണ്ടും കേരളം മികവിലാണ്. ദേശീയ അംഗീകാര നിറവിൽ കേരളത്തിന്റെ ആരോഗ്യ പരിപാലന രംഗം എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക വിധത്തിലുള്ള പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത്. കുറഞ്ഞ ചിലവിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുവാനും മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുവാനും കേരളത്തിന് കഴിയുന്നുണ്ട്. അപ്പൊ ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം,
അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്, കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്. വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവ വികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്ക് ഉയരുവാൻ കേരളത്തിന് സാധിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിലുള്ള നേട്ടങ്ങളിലൂടെയാണ് ഈ മാനവ വികസന സൂചികയിൽ ഏറ്റവും ഉയരത്തിലെത്തുവാൻ വേണ്ടി കേരളത്തിന് സഹായിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പ്രതിശീർഷ വരുമാനം കുറവാണല്ലേ, എന്നാലും ഈ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നല്ല നേട്ടമുള്ളത് കാരണം തന്നെയാണ് മാനവ വികസന സൂചികയിൽ കേരളത്തിന് ഉയരാനായിട്ട് സാധിച്ചത്. 1965 എന്ത് വരുന്നത്? സാർവത്രിക പൊതുവിതരണ സമ്പ്രദായം അല്ലേ വരുന്നത്. അപ്പം 1965 നടപ്പാക്കിയ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ദാരിദ്ര്യ ലഘൂകരണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയായി. കൂടാതെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയും സാക്ഷരതയിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെയും പ്രവർത്തനങ്ങളിലൂടെയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾക്കും സാമൂഹ്യ നീതിക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് കേരളത്തിന് കാർഷിക, വിദ്യാഭ്യാസ, ആരോഗ്യ രംഗങ്ങൾ വളർന്നു വന്നത്. അതിനാൽ പുതിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിനൊപ്പം കിടപിടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേരളവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ.